ഹലോ എവരിബഡി. ഇന്ന് നമ്മൾ പ്രധാനമായും എടുക്കാൻ പോകുന്നത് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് എന്നുള്ളൊരു ടെക്നിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക്കലി എന്താണ് പ്രോട്ടോടൈപ്പിംഗ് എന്നുള്ളതും അതിൻ്റെ സിഗ്നിഫിക്കൻസും റിലവൻസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് എന്നുള്ളത്. അപ്പോൾ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം എന്താണ് ഒരു മോഡൽ അതുപോലെ തന്നെ പ്രോട്ടോടൈപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് പ്രോട്ടോടൈപ്പ് എന്നുള്ളത് നോക്കാം. കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്, സോ ഒന്നുകൂടെ നമുക്ക് നോക്കാം. എ പ്രോട്ടോടൈപ്പ് is first fully functional model of a design having 1:1 scale. ഓക്കെ, അപ്പോൾ ഈ 1:1 സ്കെയിൽ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് എക്സാക്ട് നമ്മളുടെ ഒരു എൻഡ് പ്രൊഡക്റ്റിൻ്റെ അതേ ഡയമെൻഷനിലായിരിക്കും നമ്മൾ പ്രോട്ടോടൈപ്പും നിർമ്മിക്കുക. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ മോഡൽ ബട്ട് എ ഫുൾ സൈസ്ഡ് പ്രോഡക്റ്റ് പ്രിപ്പയർഡ് ആസ് പെർ ദി ഡിസൈൻ. ഓക്കെ, അപ്പം ഡിസൈനിൻ്റെ എത്രയാണോ ഡയമെൻഷനും സൈസും ആ ഒരു എക്സാക്ട് ഷേപ്പിലായിരിക്കും നമ്മൾ എന്ത് ഉണ്ടാക്കുക, പ്രോട്ടോടൈപ്പ് ഡിസൈൻ ചെയ്യുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. It is considered as the working model of the design artifact. It tested in the same environment in which the expected to function as a final product. അപ്പോൾ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, ഒരു വർക്കിംഗ് മോഡലാണ്. നമ്മളുടെ ഒരു എൻഡ് പ്രൊഡക്റ്റിൻ്റെ ഒരു വർക്കിംഗ് മോഡലാണ് പ്രോട്ടോടൈപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മാത്രവുമല്ല ഈ ഒരു പ്രോട്ടോടൈപ്പിനെ നമ്മൾ യൂഷ്വലി സാധാരണ ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ തന്നെ എങ്ങനെയാണോ ഒരു പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരു പ്രൊഡക്റ്റ് എന്തൊക്കെ ചലഞ്ചസ് ആണോ നേരിടുന്നത് റിയൽ ലൈഫിൽ, ആ ഒരു എൻവിറോൺമെൻറ്റിലാണ് ഈ ഒരു പ്രോട്ടോടൈപ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ബേസിക്കലി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഒന്നുകൂടെ ഒന്ന് റീകോൾ ചെയ്തെന്നുള്ളൂ. ഇനി നമുക്ക് മോഡലിലേക്ക് വരാം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മോഡലും പ്രോട്ടോടൈപ്പും പലപ്പോഴും സ്റ്റുഡൻസിന് തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. സോ മോഡൽ എന്താണെന്നുള്ളത് നോക്കാം. Whereas a model is a miniature representation of the product, smaller in size and made of different materials than the original artifacts they represent. അപ്പം മോഡൽ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഇവിടെ സ്മോളർ സൈസ് എന്നാണ് പറഞ്ഞത്, എന്നാൽ നമ്മൾ യൂഷ്വലി സ്മോളർ സൈസ് അഡാപ്റ്റ് ചെയ്യുന്നത് കോമൺ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാരണം നമുക്കറിയാം, ഒരു വലിയൊരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ വലിയൊരു കാറൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ എന്തിരിക്കും, അതിൻ്റെ ഒരു മിനിയേച്ചർ അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് മോഡലിരിക്കും നമ്മൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അതാണ് ഈ ഒരു മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ചില കേസിൽ നമ്മൾ ലാർജർ സൈസിലുള്ള മോഡൽസും പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതായത് വളരെ ചെറിയ കാര്യങ്ങളായ കോമ്പണൻസ് ആയ വാച്ചിൻ്റെ, റിസ്റ്റ് വാച്ചിൻ്റെ ഒക്കെ കോമ്പണൻസ്, പിന്നെ അതുപോലെ തന്നെ മൈക്രോ ലെവലിലുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ പാർട്ടിക്കിൾസിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റഡി ചെയ്യാനൊക്കെ തന്നെ എന്താണ് നമ്മൾ കുറച്ചുകൂടി വലിയ സൈസിലാണ് ഈ മോഡൽ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് എന്ന് അറിഞ്ഞിരിക്കുക, നമ്മൾ യൂഷ്വലി സ്മോളർ സൈസിലാണെങ്കിലും ഹയർ സൈസിൽ, അതായത് ലാർജർ സൈസിലും നമ്മൾ മോഡൽസ് ഡെവലപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. പിന്നെ മെറ്റീരിയൽ നമ്മൾ എന്ത് മെറ്റീരിയലിനെ കൊണ്ടാണോ ഉണ്ടാക്കുന്നത് ആ സെയിം മെറ്റീരിയൽ ആവണമെന്നൊന്നുമില്ല, നമുക്ക് ആ ഒരു ജസ്റ്റ് ഒരു ഡയമെൻഷൻ കിട്ടിയാൽ മാത്രം മതി. ഓക്കെ, എ മോഡൽ ഈസ് കോമൺലി ടെസ്റ്റഡ് ഇൻ ലാബോറട്ടറി ഓർ ഇൻ എ കൺട്രോൾഡ് എൻവിറോൺമെൻറ്റ് ടു വാലിഡേറ്റ് ദിയർ എക്സ്പെക്റ്റഡ് പെർഫോമൻസ്. അപ്പോൾ നമ്മൾ പ്രോട്ടോടൈപ്പ് യൂഷ്വലി ഇങ്ങനെയായിരുന്നു, ഒരു ആക്ച്വൽ എൻവിറോൺമെൻറ്റിലായിരുന്നു ടെസ്റ്റ് ചെയ്തതെങ്കിൽ മോഡലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതൊരു കൺട്രോൾഡ് എൻവിറോൺമെൻറ്റിലാണ് അല്ലെങ്കിൽ ലാബോറട്ടറീസിലൊക്കെയാണ് നമ്മൾ പ്രധാനമായും മോഡൽസ് ടെസ്റ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഒരു മോഡലും പ്രോട്ടോടൈപ്പും. അപ്പോൾ ഇതൊരു ഗിയർ ലിവറാണ്. അപ്പോൾ ഈ ഒരു ഗിയർ ലിവറിൻ്റെ ഇതാണ് നമ്മുടെ എൻഡ് പ്രൊഡക്റ്റായിട്ട് നമുക്ക് വേണ്ടത്. ഇവിടെ ശരിക്കും 1:1 എന്നുള്ള സ്കെയിലാണ് വരുന്നത്, പക്ഷേ നമുക്ക് എന്താണ് യൂഷ്വലി വേണ്ടത്, ഈ ഒരു ഫിഗറാണ്, പ്രോട്ടോടൈപ്പാണ് നമുക്ക് വേണ്ടത്. എന്നാൽ നമ്മളുടെ അനാലിസിസും സ്റ്റഡിക്കൊക്കെ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ മോഡലും ഉണ്ടാക്കും. മേ ബി അത് ഡിഫറെൻറ്റ് മെറ്റീരിയൽ ആയിരിക്കും. മറ്റൊരു എക്സാമ്പിളാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്, ഒരു ഫ്ലാസ്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലാസ്കും എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു മോഡൽ ആദ്യം തന്നെ ഉണ്ടാക്കും, എന്നിട്ട് മാത്രമേ നമ്മൾ പ്രോട്ടോടൈപ്പിലേക്ക് കടക്കുള്ളൂ. അതാണ് കുറച്ചുകൂടെ സേഫും എക്കണോമിക്കലുമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് എന്നുള്ള കാര്യമാണ്. കാരണം ഇനി നമുക്കറിയാം ഈ ഒരു മൊഡ്യൂളിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പിങ്ങിനെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ മോഡലിൽ നമുക്ക് വലിയൊരു സിഗ്നിഫിക്കൻസ് വരുന്നില്ല. സോ എന്താണ് ഈ ഒരു പ്രോട്ടോടൈപ്പിംഗും റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗും തമ്മിലുള്ള ഡിഫറൻസ്? അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് ഈ ഒരു റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിലൂടെ സാധ്യമാകുന്നത്. എന്തിനാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് വളരെ ധൃതി പിടിച്ചിട്ട് പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്? കാരണം നമുക്കറിയാം മാർക്കറ്റിൽ വളരെയധികം കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ വളരെയധികം സമയം എടുത്താൽ എന്താണ്, അത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് സെയിം മോഡൽ വളരെ പെട്ടെന്ന് തന്നെ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പിന്നെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് വളരെ പെട്ടെന്ന് തന്നെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയെടുക്കണം. സോ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിൽ വരുന്ന കാര്യങ്ങൾ എന്നുള്ളത്. പ്രിപ്പയറിംഗ് ദി കംപ്ലീറ്റ് ഡിസൈൻ ഈസ് വെരി കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിങ്. This is projected multiple times when the design preparation has to be repeated several times. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട്
കംപ്ലീറ്റ് ഡിസൈൻ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. മാത്രമല്ല സപ്പോസ് നമുക്ക് ഒരേപോലത്തെ ഒരുപാട് കോമ്പണൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ പരിപാടി നമുക്കെന്താണ് വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ടു ദിസ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് ഓർ റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ടെക്നിക്സ് ആർ എംപ്ലോയിഡ് ഫോർ ദി ഒറിജിനൽ പ്രോട്ടോടൈപ്സ്. അപ്പോൾ ഒറിജിനൽ പ്രോട്ടോടൈപ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിലൂടെ നമ്മളത് വളരെ പെട്ടെന്ന് തന്നെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് പ്രോട്ടോടൈപ്പുകൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത്. അതൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഇത്ര കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. This permits the designers to quickly and economically examine the design parts which are most likely to have problems, later solve the problems and then rebuild the full design. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ഒരു പ്രോഡക്റ്റ് വളരെയധികം ഐട്രാഷനിലൂടെയാണ് നമുക്കൊരു ഫൈനൽ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത് അല്ലേ, അല്ലെങ്കിൽ എററൊക്കെ ഒഴിവാക്കിയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിലൂടെ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൽ നമുക്ക് എന്താണ് ഈസി ആയിട്ട് തന്നെ അതിനെ വീണ്ടും നിർമ്മിച്ചെടുക്കാൻ സാധിക്കും ആ ഒരു പ്രോട്ടോടൈപ്പിങ്. ഓക്കെ, അപ്പോൾ ഡിസൈനേഴ്സിന് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇറ്റ് ഹാസ് ഗെയിൻഡ് attention in recent years as relatively fast and inexpensive ways to fabricate prototype. Conventionally, the prototype are prepared in injection molding. അപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന ഒരു ടെക്നോളജിയാണ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് എന്താണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കാം കൺവെൻഷനലായിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ മോൾഡിങ്ങിലൂടെ ആയിരുന്നു പ്രൊഡക്റ്റിൻ്റെ പ്രോട്ടോടൈപ്പുകൾ നിർമ്മിച്ചെടുക്കാറ്. അത് വളരെയധികം ടൈം കൺസ്യൂമിങ്ങും അതുപോലെ തന്നെ വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ടും നമുക്ക് വേണ്ട രീതിയിൽ ഔട്ട്പുട്ട് കിട്ടാറില്ലായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിലൂടെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. This utilizes 3D CAD models as input and converts these 3D files into 2D layers to build the 3D part and attain through stereolithography and selective laser sintering, which involves the use of laser to harden either a resin batch or it can be polymer powder in particular configuration to build each layer. It is known as 3D printing technique. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബേസിക്കലി ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ യൂഷ്വലി ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത് ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ 3 ഡയമെൻഷൻ ഡ്രോയിങ് ഈ പറഞ്ഞ CAD സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ റെവിറ്റ് അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. യൂഷ്വലി നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് CAD. അപ്പോൾ ഞാനിവിടെ CAD ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പ്രൊഡക്റ്റാണോ വേണ്ടത് അതിൻ്റെ ഒരു 3 ഡയമെൻഷൻ ഡ്രോയിങ് ആദ്യം നമ്മൾ വരച്ചെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, 2D ലെയറുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഒരു 3 ഡയമെൻഷൻ ഒബ്ജക്റ്റിനെ സ്ലൈസ് അസ്യൂം ചെയ്യുക, സ്ലൈസ് ചെയ്ത് നമ്മളൊരു 2 ഡയമെൻഷൻ ലെയറായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ദെൻ നമ്മൾ അതിന് എന്ത് ചെയ്യും, പല തരം ടെക്നിക്ക് ഉണ്ട് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ്. സ്റ്റീരിയോലിത്തോഗ്രഫി, സെലക്റ്റീവ് ലേസർ സിൻറ്ററിങ്, 3D പ്രിൻറ്റിങ്. ഓക്കെ, ഈ 3D പ്രിൻറ്റിങ് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഫിമിലർ ആയിരിക്കും. കാരണം ഇന്നിപ്പോൾ യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയസിലൊക്കെ തന്നെ എല്ലാവരും അഫോർഡബിൾ ആയിട്ട് അല്ലെങ്കിൽ കുറേയൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ 3D പ്രിൻറ്റേഴ്സ്. ഈ ഡിസൈനേഴ്സിനൊക്കെ വളരെയധികം ആവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രൂപങ്ങളൊക്കെ തന്നെ ഈ 3D പ്രിൻറ്റിങ്ങിൽ വളരെ ഈസി ആയിട്ട് തന്നെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ബേസിക്കലി ഈ സ്റ്റീരിയോലിത്തോഗ്രഫി ആണെങ്കിലും സെലക്റ്റീവ് ലേസർ സിൻറ്ററിങ് ആണെങ്കിലും എന്താണെങ്കിലും എന്താണ് ഒരു 3D ഒബ്ജക്റ്റിനെ നിർമ്മിച്ചെടുക്കുന്ന ഒരു ടെക്നിക്കാണ്. ഓക്കെ, ഈ 3 കാര്യങ്ങളും. അപ്പോൾ ഇതിൽ സ്റ്റീരിയോലിത്തോഗ്രഫിയിലും സെലക്റ്റീവ് ലേസറിങ്ങിലും നമ്മളൊരു പൗഡറിനെ ഹീറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. എന്നാൽ 3D പ്രിൻറ്റിങ്ങിലാണെങ്കിൽ ഒരു മോൾഡിനെ നമ്മൾ ലിക്വിഡ് ഫോമിൽ ലെയറായിട്ട് ഫോം ചെയ്യാണ്. ഓക്കെ, അപ്പോൾ 2 കേസിലാണെങ്കിലും എന്താണ് നമ്മൾ ലെയറായിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. സോ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ ലെയറായിട്ട്. ഓക്കെ, ലെയറായിട്ട് നമ്മൾ അതിനെ ഫോം ചെയ്തെടുക്കുകയാണ്, കണ്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിൽ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു നോസിൽ വഴി നമ്മൾ എന്താണ് ഓരോ ലെയറായിട്ട് മെറ്റീരിയൽസ് ആഡ് ചെയ്ത് നമുക്കൊരു അൾട്ടിമേറ്റ്ലി എന്താണ് ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ജനറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളും ചിന്തിച്ച് നോക്കുക, ഇത് കൺവെൻഷണൽ രീതിയിൽ മോൾഡൊക്കെ ഒഴിച്ച് കാസ്റ്റിങ്ങിലൂടെയൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചാൽ എത്രത്തോളം ടൈം ആയിരുന്നു, ഇത് എത്രത്തോളം ക്വിക്കാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിലൂടെ നമ്മൾ ക്വിക്കായിട്ട് ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചെടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കേണ്ടത്
ടെസ്റ്റിംഗ് ആൻഡ് വാലുവേഷൻ ഓഫ് ദി ഡിസൈൻ ആണ് നമുക്ക് അടുത്തായിട്ട് എടുക്കാനുള്ളത്. ബിഫോർ ഇൻട്രൊഡ്യൂസിങ് ഓഫ് പ്രൊഡക്റ്റ് ഇൻ ദി മാർക്കറ്റ് ഇറ്റ് ഈസ് ടു ബി ടെസ്റ്റഡ് ഫുള്ളി ഫോർ ഓൾ ദി ഡിസൈൻഡ് ഫങ്ഷൻസ്. അപ്പോൾ നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് ചുമ്മാ കയറി മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാതെ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യണം അല്ലേ. ടെസ്റ്റിംഗ് ഓഫ് എ ഡിസൈൻ ഈസ് മെയിൻലി ക്യാരിഡ് ഔട്ട് ത്രൂ പ്രോട്ടോടൈപ്പ് ടെസ്റ്റിംഗ് ഓർ മോഡൽ ടെസ്റ്റിംഗ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് പ്രോട്ടോടൈപ്പ് ടെസ്റ്റിങ്ങിലൂടെ അല്ലെങ്കിൽ മോഡൽ ടെസ്റ്റിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഡിസൈൻ്റെ ടെസ്റ്റിംഗ് ചെയ്യാൻ സാധിക്കും. യൂഷ്വലി നമ്മൾ എന്താണ് പ്രോട്ടോടൈപ്പ് ടെസ്റ്റിങ്ങിലൂടെയാണ് ഫൈനൽ ടെസ്റ്റിംഗ് ചെയ്യാറുള്ളതും കൂടി അറിഞ്ഞിരിക്കാം. എ പ്രോട്ടോടൈപ്പ് ഈസ് ടെസ്റ്റഡ് ഇൻ സെയിം എൻവയോൺമെൻറ്റ് in which they are expected to function as final product. On the other hand, model commonly tested in laboratory or in a controlled environment to validate their expected performance. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രോട്ടോടൈപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി എന്താണ് ഒരു റിയൽ വേൾഡ് എൻവിറോൺമെൻറ്റിലാണ് ടെസ്റ്റ് ചെയ്യാറുള്ളത്. എന്നാൽ മോഡലുകളാണെന്നുണ്ടെങ്കിൽ ലാബോറട്ടറീസിലോ അല്ലെങ്കിൽ കൺട്രോൾഡ് എൻവിറോൺമെൻറ്റുകളിലേക്കാണ് നമ്മൾ യൂഷ്വലി പെർഫോം ചെയ്യാറുള്ളത്. പ്രോട്ടോടൈപ്പ് ടെസ്റ്റിംഗ് ഈസ് usually done with the aim of finding defects before the product is introduced into the market. Online prototype testing allows to collect quantitative, qualitative and behavioral data while evaluating the user experience. അപ്പോൾ പ്രോട്ടോടൈപ്പിലൂടെ നമുക്ക് ആദ്യം തന്നെ പ്രോഡക്റ്റിൻ്റെ ഡിഫക്റ്റുകൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ച് നമുക്ക് എന്താണ് ഡിസൈനിൽ വേണമെങ്കിൽ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താം. Online prototype testing allows to collect quantitative, qualitative and behavioral data while evaluating their user experience. അപ്പോൾ അതുപോലെ തന്നെ ഓൺലൈൻ പ്രോട്ടോടൈപ്പിംഗ് ടെസ്റ്റിംഗ് നമുക്ക് പലതരം ഡാറ്റാസ്, അതായത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള എല്ലാ യൂസറിൻ്റെ ഡാറ്റാസ് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് അറിഞ്ഞിരിക്കാം. In the evaluation step, the designer mainly tests whether the approved design has satisfied the client's objectives and specifications that stipulates how the design must function. അപ്പോൾ ഇവാലുവേഷൻ സ്റ്റെപ്പിലൂടെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഡിസൈനർ കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്ടേഷൻ അല്ലേ, കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് തന്നെ. സോ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഈ നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ഈ ഒരു ഇവാലുവേഷൻ സ്റ്റെപ്പിലൂടെ ശ്രദ്ധിക്കുന്നത് ഡിസൈനർ. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കേണ്ടത് ഡിസൈൻ മോഡിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. ഇൻ എഞ്ചിനീയറിംഗ് ഡിസൈൻ വി ഹാവ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ദർ ഈസ് എ കണ്ടിന്യൂസ് search for the best solution. That is, design will always undergo some kind of modification according to the reviews obtained from the client. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതൊരിക്കലും പെർഫെക്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് ഇരിക്കില്ല അല്ലേ. കാരണം നമുക്കറിയാം കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ ആണെങ്കിലും മാറിക്കൊണ്ടിരിക്കും, പിന്നെ അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലേ. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഡിസൈൻസ് എല്ലാം തന്നെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെയോ ക്ലയൻസിൻ്റെയോ ഒക്കെ റിവ്യൂസ് ബേസ് ചെയ്തിട്ട് മോഡിഫൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, പിന്നെ ഇറ്റ് ഈസ് ഇൻ ദിസ് സ്റ്റെപ്പ് ദാറ്റ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ആർ ബീൻ യൂട്ടിലൈസ്ഡ്. അപ്പം നമുക്കറിയാം, ഇപ്പം തന്നെ ഒരു എക്സാമ്പിൾ എടുക്കുക, നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ തന്നെ ആൻഡ്രോയിഡ് വെർഷനുകൾ അല്ലേ. കാരണം അതൊരു പെർഫെക്റ്റ് വെർഷനായിട്ടാണ് ആ ഒരു സമയത്ത് ഗൂഗിൾ ഇറക്കുന്നത്. പക്ഷേ എന്താണ്, കൺസ്യൂമേഴ്സിന് കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യണം, നമുക്ക് അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലേ. അപ്പോൾ അപ്ഡേറ്റിങ്ങിലൂടെ കൂടുതൽ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചിട്ട് അതിൽ എന്താണ് കുറേ എറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് പ്രോപ്പറായിട്ട് ഒപ്റ്റിമൈസേഷൻ ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇൻ അതർ വേർഡ്സ്, ഒപ്റ്റിമൈസേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിസൈൻ പ്രോസസ്സ്. അപ്പോൾ ഒരു ഡിസൈൻ പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒപ്റ്റിമൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ ഈ പറഞ്ഞ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റിൻ്റെ കേസിൽ മാത്രമല്ല, മറ്റെല്ലാ കേസിലും എന്താണ് നമ്മൾ റിസോഴ്സുകൾ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇൻ പ്രാക്ടിക്കൽ കേസ്, എ ഡിസൈൻ is a matter which is continuously progressing towards the optimum, seeking successively better solution until it allows user to meet needs effectively. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ എന്താണ്, കണ്ടിന്യൂസ്ലി കസ്റ്റമേഴ്സിൻ്റെ നീഡ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈൻ പരമാവധി മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതായത് ഒരു ഒപ്റ്റിമം ലെവലിൽ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇത്രയുമാണ് മെയിനായിട്ട് ഡിസൈൻ മോഡിഫിക്കേഷനിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് ഫ്രീസിംഗ് ദി ഡിസൈൻ. ആഫ്റ്റർ പ്രോപ്പർ testing and evaluation of the designs, the modified design are again tested till satisfactory results are obtained for the product. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും,
നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അത് ടെസ്റ്റ് ചെയ്ത് നോക്കും. അത് ടെസ്റ്റ് ചെയ്തിട്ട് സാറ്റിസ്ഫാക്ടറി ആയാൽ മാത്രമേ നമ്മളത് പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ ഡിസൈൻ ഫൈനലൈസ് ചെയ്യുള്ളൂ. ഓക്കെ, then the design is frozen for and it is hand over to the production process. So finally നമ്മളൊരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് നേരെ നമ്മൾ ആ ഒരു ഡിസൈനെ ഫ്രോസ് ചെയ്യും. ഓക്കെ, ഡിസൈനെ ഫ്രോസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ജസ്റ്റ് ഒന്ന് മരവിപ്പിച്ച് വെക്കുക. കാരണം എന്താണ്, പിന്നീട് അതിൽ ആൾട്രേഷൻസ് ഒന്നും വരാൻ പാടില്ല. ഓക്കെ, കാരണം എന്താണ് ആൾട്രേഷൻസ് വരാൻ പാടില്ല എന്ന് പറയാൻ കാരണം നമ്മളത് പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ ആ ഒരു ഡിസൈനിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ് അറേഞ്ച് ചെയ്യുന്നത് അല്ലേ. മാത്രമല്ല ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മളിങ്ങനെ പ്രോട്ടോടൈപ്പ് മാറ്റും പോലെ മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരിക്കലും എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഫ്രോസൺ ഡിസൈൻസ് ആർ ഫർദർ ഇംപ്രൂവ്ഡ് ബേസ്ഡ് ഓൺ കസ്റ്റമർ ഫീഡ്ബാക്ക് സോ ദാറ്റ് ഡിസൈൻസ് ആർ നെവർ ഫ്രോസൺ ബട്ട് ആർ ഓൾവേസ് ഇവോൾവിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞ മെയിനായിട്ട് നമ്മൾ ഡിസൈൻ ഫ്രോസൺ ചെയ്യുന്നത് ടെമ്പറലി മാത്രമാണ്, ഒരിക്കലും പെർമനൻ്റ് ആയിട്ടല്ല. അതായത് കാരണം നമുക്കറിയാം ഓരോ വർഷം കഴിയുന്തോറും, അതായത് ഇപ്പോൾ നമുക്കറിയാം ഒരു 2020 കാർ മേടിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും, ആ 2020 മേടിക്കുന്ന കാറുകളെല്ലാം തന്നെ യൂണിഫോം ആയിരിക്കും അല്ലേ. അവിടെ നമ്മൾ എന്താണ് ഡിസൈൻ ഫ്രോസൺ ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ് അത് യൂണിഫോം ആയിരിക്കുന്നത് അല്ലേ. എന്നാൽ നമുക്കറിയാം എന്തായാലും ആ ഒരു കാറിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, അഡ്രസ്സ് ചെയ്യും. ആൻഡ് ആ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, വീണ്ടും ഡിസൈൻ നമ്മൾ ആൾട്ടർ ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ഡിസൈൻസ് ആർ നെവർ ഫ്രോസൺ ബട്ട് ഓൾവേസ് ഇവോൾവിങ്. അപ്പം വീണ്ടും നമ്മൾ ഡിസൈൻ ഇവോൾവ് ചെയ്യുന്നു. അങ്ങനെ ചെറിയ ചെറിയ മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടാണ് 2021 മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അതിനെ ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ദി മാനേജ്മെൻറ്റ് ഡിസിഷൻസ് ആസ് ടു when to stop the optimization process and freeze the design will solely depend upon time and money constraints. അപ്പം മെയിനായിട്ട് ഈ ഡിസൈൻ ഫ്രോസണും ആൾട്ടറേഷനും ഒക്കെ ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ടൈമും അതുപോലെ തന്നെ മണിയും. ഓക്കെ, കാരണം എന്താണ്, നമുക്കറിയാം പ്രൊഡക്ഷൻ പ്രോസസ്സ് സെറ്റപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല പൈസ ചിലവുള്ള കാര്യങ്ങളാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ആൻഡ് എയിം ഓഫ് ഫ്രീസ് ഈസ് ടു റെഡ്യൂസ് പ്രോബിലിറ്റി ഓഫ് അഡീഷണൽ എഞ്ചിനീയറിംഗ് ആൾട്ടർനേഷൻസ്. അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ആൾട്ടർനേഷൻസ് റെഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ മെയിനായിട്ട് ഫ്രീസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഫൈനലി നമുക്ക് നോക്കേണ്ടത് കോസ്റ്റ് അനാലിസിസിനെ കുറിച്ചിട്ടാണ്. ഡിസൈൻ ഹൗ ടു മീറ്റ് കോസ്റ്റ് റിലേറ്റഡ് ഓർ എർഗണോമിക് ടാർഗറ്റ്സ് മെനി ടൈംസ്. ദെർഫോർ it is essential to understand how to calculate and manage costs associated with work design. Cost estimation is a complex business. അപ്പം നമ്മൾ ഡിസൈൻ മാത്രം നന്നാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല, കാരണം അത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ബഡ്ജറ്റ്ലി സാധാരണക്കാരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതൊക്കെ ആവണം എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് എന്ത് വരുന്നത്, കോസ്റ്റ് അനാലിസിസിൽ ഇൻക്ലൂഡ് ആയി വരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഹൗവർ ലോ കോസ്റ്റ് ഈസ് വൺ ഓഫ് ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഡിസൈൻ ആർട്ടിഫാക്ട്. അപ്പോൾ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും അതെന്താണ്, പരമാവധി കോസ്റ്റ് എഫക്റ്റീവ് അല്ലെങ്കിൽ ലോ കോസ്റ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ ലോ കോസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ചീപ്പ് എന്നല്ല, അതിൻ്റെ ക്വാളിറ്റി നമുക്ക് കോംപ്രമൈസ് ചെയ്യാതെ തന്നെ അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ മെയിനായിട്ട് നോക്കേണ്ടത്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എലമെൻറ്റ്സ് ദാറ്റ് മേക്ക് അപ്പ് കോസ്റ്റ് ഈസ് വൈറ്റൽ. അപ്പോൾ നമുക്കറിയാം ചില കാര്യങ്ങൾക്ക്, അതായത് ഒരു കോമ്പണൻറ്റ് തന്നെ ഒരു പ്രോഡക്റ്റിൽ തന്നെ ഒരുപാട് കോമ്പണൻസ് ഉണ്ടാകും അല്ലേ. അപ്പോൾ അതിൽ വളരെ കുറച്ച് കോമ്പണൻസ് ആയിരിക്കും ആ ഒരു എൻ്റയർ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുക. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാറിൻ്റെ കേസ് എടുക്കുക അല്ലേ. കാറിൻ്റെ കേസിൽ തന്നെ നമുക്കറിയാം അതിൻ്റെ എൻജിനാണ് അതിൻ്റെ നല്ലൊരു 50% എമൗണ്ട് വരുന്നത് അല്ലേ. അതുപോലെ തന്നെ ടി വിൻ്റെ കേസ് എടുക്കുക വെച്ചാൽ ടി വിയുടെ പാനലായിരിക്കും അതിൻ്റെ കൂടുതൽ കോസ്റ്റും അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക, ഇതിനാണ് കൂടുതൽ കോസ്റ്റ് ആവുന്നത്, അപ്പോൾ അതിന് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു കോസ്റ്റ് അനാലിസിസിലൂടെ മനസ്സിലാക്കുന്നത്. ഓക്കെ, ദർ ആർ ബേസിക്കലി 2 classes ഓഫ് സിറ്റുവേഷൻ ഇൻ കോസ്റ്റ് അനാലിസിസ്. അപ്പം 2 സിറ്റുവേഷൻ ഉണ്ട് കോസ്റ്റ് അനാലിസിസിൽ. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എസ്റ്റിമേറ്റിംഗ് ദി കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് എ പ്ലാന്റ് ഓർ ഇൻസ്റ്റാളിംഗ് എ പ്രോസസ് വിത്തിൻ എ പ്ലാന്റ് ടു പ്രൊഡ്യൂസ് എ പ്രോഡക്റ്റ് ഓർ ലൈൻ ഓഫ് പ്രോഡക്ട്സ്. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോഡക്റ്റിന് ആവശ്യമായിട്ടുള്ള പ്ലാന്റുകളും അതുപോലെ തന്നെ പ്രോസസ്സുകളും എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത്. രണ്ടാമത്താണ് എസ്റ്റിമേറ്റിംഗ് ദി കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് എ പാർട്ട് ബേസ്ഡ് ഓൺ എ പർട്ടിക്കുലർ സീക്വൻസ് ഓഫ് മാനുഫാക്ചറിങ് സ്റ്റെപ്സ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സീക്വൻസ് ഓഫ് മാനുഫാക്ചറിങ്ങിനെ ബേസ് ചെയ്തിട്ട് കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് കണ്ടെത്തുകയാണ് നമ്മൾ സെക്കൻഡ്ലി ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് കോസ്റ്റ് അനാലിസിസിൽ നമ്മൾ ഫണ്ടമെൻ്റലി അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.